വയനാടിനെ പിരിഞ്ഞ് രാഹുൽ ഗാന്ധി. വയനാടിനോട് വൈകാരികമായ അടുപ്പം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരുത്തായത് വയനാട് നൽകിയ സ്നേഹമാണെന്ന് വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾക്കെഴുതിയ കത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഏറെ ഹൃദയവേദനയോടെയാണ് മണ്ഡലം ഒഴിയാനുള്ള തീരുമാനമെടുത്തത്. തുടർന്നും കൂടെയുണ്ടാകും. രാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് 5 വർഷം മുൻപ് നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ താൻ അപരിചിതനായിരുന്നിട്ട് പോലും ജനങ്ങൾ ഹൃദയത്തോട് ചേർത്തണച്ചു. അവാച്യമായ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് സ്വീകരിച്ചത്. രാജ്യത്തോട് സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഓരോ ദിവസവും അധിക്ഷേപിക്കപ്പെട്ടപ്പോഴും വേട്ടയാടപ്പെട്ടപ്പോഴും ചേർത്ത് നിർത്തി സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തത് വയനാട്ടിലെ ജനങ്ങളാണ്. തന്റെ അഭയവും വീടും കുടുംബവുമായിരുന്നു വയനാട്ടിലെ ജനങ്ങൾ. തന്റെ പോരാട്ടത്തിന്റെ ഊർജപ്രവാഹമായി വയനാട്ടിലെ ജനത നിലകൊണ്ടു. ഒരു നിമിഷം പോലും തളരാതെ മനുഷ്യന്റെ ആകുലതകൾ ഏറ്റെടുക്കാനുള്ള പ്രചോദനം നിങ്ങളായിരുന്നു. എല്ലാവരും പകച്ചുപോയ പ്രളയകാലം മനസ്സിൽ വിങ്ങലായുണ്ട്. എണ്ണമറ്റ പൂക്കളും ആലിംഗനങ്ങളും നിരുപാധികമായ സ്നേഹവും ഹൃദയതാളമായി എന്നും ഉണ്ടാകുമെന്ന് കത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്രതീക്ഷിതമായാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി എത്തിയത്. വയനാടിനെ കുടുംബമായി കണ്ട രാഹുൽ കുടുംബാംഗത്തെ മണ്ഡലമേൽപ്പിച്ചാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ മടങ്ങുന്നത്. വയനാട്ടിലേക്ക് ഇടയ്ക്കിടെ വരുമെന്ന പ്രഖ്യാപനത്തോടെ ബന്ധം പൂർണ്ണമായി ഒഴിയാതെയാണ് മടക്കം. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ഒന്നിപ്പിക്കുക എന്ന സന്ദേശം നൽകാനാണ് അമേഠിയിലെ സിറ്റിംഗ് എംപിയായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ കൂടി മത്സരിച്ചത്. അമേഠിയിൽ ജയിച്ചാൽ വയനാട് ഒഴിയുമെന്ന പ്രചാരണം ശക്തമായിരുന്നിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വയനാട്ടുകാർ രാഹുലിനെ ജയിപ്പിച്ചു. അമേഠിയിൽ പരാജയപ്പെട്ടതോടെ വയനാട്ടുകാരുടെ മാത്രം എംപിയായി രാഹുൽ മാറി. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച വയനാടിനെ രാഹുൽ ഗാന്ധി കുടുംബമായി കണ്ടു. മോദി പരാമർശത്തിന്റെ പേരിലുള്ള അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് എംപി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോഴും വയനാട്ടുകാർ ഒപ്പം നിന്നു. വയനാട് തന്റെ 2ാം വീടാണെന്നും അവിടേക്ക് ഇടയ്ക്കിടെ എത്താൻ കഴിയുന്നത് ഭാഗ്യമാണെന്നും രാഹുൽ പലപ്പോഴും പറഞ്ഞു. എംപി സ്ഥാനം തിരികെ ലഭിച്ചപ്പോഴും നന്ദി പറയാൻ രാഹുൽ ഓടിയെത്തി. വയനാട് 2ാം വീടാണെന്ന് പറഞ്ഞത് പൊള്ളയല്ലെന്ന് തെളിയിച്ചാണ് മണ്ഡലത്തോട് ബൈ പറയുന്നത്. സഹോദരി പ്രിയങ്കയെ മണ്ഡലം ഏൽപ്പിച്ചതിലൂടെ വയനാടുമായുള്ള ബന്ധം തുടരുമെന്ന ഉറപ്പും രാഹുൽ നൽകുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വിസ്മയിപ്പിക്കുന്ന ഭൂരിപക്ഷം ആവർത്തിക്കാൻ കഴിയുമോ എന്നും അവർക്കെതിരെ LDF NDA സ്ഥാനാർത്ഥികൾ ആരായിരിക്കുമെന്നും പ്രിയങ്ക ഗാന്ധിയിലേക്കാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 64.8% വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ CPIയുടെ PP സുനീർ 25.2% വോട്ടുകൾ നേടി 2ാം സ്ഥാനത്തെത്തി. MP എന്ന നിലയിലും ഒരു പ്രമുഖ പാർട്ടിയുടെ ദേശീയ നേതാവെന്ന നിലയിലും രാഹുൽ ഗാന്ധിയുടെ പ്രകടനം 2ാം തവണയും ജനപ്രീതി നേടി. CPIയുടെ ദേശീയ നേതാവായ MS ആലിരാജ മികച്ച പ്രകടനവും ഊർജിത പ്രചാരണവും നടത്തി. എന്നിരുന്നാലും ശ്രമങ്ങൾ ഫലവത്തായില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.